ഹലോ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പുത്തമ്പള്ളി വരെ വെച്ചാട്ടോ നിർത്തിയത്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കുരിയച്ചിറ പള്ളിയാണ്. ഞാൻ ഇതുവരെ കുരിയച്ചിറ പള്ളിയകത്ത് കയറിയിട്ടില്ല കേട്ടോ, പുറത്തു കൂടെ കണ്ടിട്ടുള്ളൂ. പറയുമ്പോൾ ഞാൻ 2 വർഷം കുരിയച്ചിറുള്ളൊരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആ പള്ളിയിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ എന്തായാലും ലൈറ്റ് കാണാൻ പോകുമ്പോൾ ആ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് തന്നെ കാര്യം എന്ന് ഓർത്തു. നമ്മൾ ആദ്യമായിട്ടൊരു പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ എന്തായാലും നടക്കുന്ന ഒരു മിത്തുണ്ട്. അപ്പോൾ ഞാൻ 3 അല്ല അതിൽ കൂടുതൽ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഈ പള്ളി റീസെൻ്റ്ലി റിനോവേറ്റ് ചെയ്തൊരു പള്ളിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയില്ല പള്ളി കാണാനായിട്ട്. പിന്നെ സൈഡിലുള്ള ലൈറ്റുകൾ കൊണ്ട് എന്ത് രസമാണെന്നറിയോ, ക്രിസ്മസ് റീത്താണ് അത് മൊത്തം. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പുലിക്കൂടൊക്കെ കണ്ട് നേരെ ഒല്ലൂർ പള്ളിയിലോട്ട് വിട്ടു. ഒല്ലൂർ റപ്പായൽ മാലകയുടെ പള്ളിയിലോട്ടാട്ടോ പോയത്. അപ്പോൾ നമ്മൾ ബാക്കിൽ കൂടെയാണ് എൻ്റർ ചെയ്തത്, അതുകൊണ്ട് ആ പള്ളിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പകരം പുലിക്കൂടൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ കൊല്ലമല്ല, അതിന് മുന്നത്തെ കൊല്ലം ഇതുപോലെ തന്നെ ഒല്ലൂർ പള്ളിയിലോട്ട് വന്നപ്പോൾ അന്ന് അവിടെ ഒരുപാട് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് ഇത്തവണ വന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ വലിയ കാര്യമായിട്ട് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഒരുപാട് ലൈറ്റും ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പകരം അവിടെ അടുത്തുള്ള വീടുകളിലെ ലൈറ്റ് നിങ്ങൾ കാണുമ്പോൾ എന്ത് രസമാണെന്ന് പറയുക, ആ ലൈറ്റുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക നോക്കി നിന്ന് പോവും. ഞാൻ 2-3 തവണ ആ വീടിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തിരുന്നു. അത്ര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ആ ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് മടങ്ങുകയാണ്. പിന്നെ ഇത് ഈ കാണുന്ന വീട് ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഈ വീടിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഇട്ടതാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് ലാറ്റിൻപള്ളിയിലോട്ടാണ്. ക്ഷീണമൊക്കെ ആയെങ്കിലും ഒന്നും കൂടെ ലാറ്റിൻപള്ളിയിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് ഓർത്തു. നമ്മുടെ സ്വന്തം അന്തോണീസ് പുണ്യാളുടെ പള്ളിയാണല്ലോ. അപ്പോൾ അവിടെ കുറേ സ്റ്റാർസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട് ഇട്ടത് കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പുൽക്കൂടും കണ്ടു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് മടങ്ങുകയാണ്. അപ്പോൾ മടങ്ങുന്ന വഴിയിൽ വിയൂർ വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കടയിൽ നിർത്തി. അങ്ങനെ ചായ കുടിച്ച എനർജിയിൽ നമ്മൾ വിയൂർ പള്ളിയിലോട്ടും പോയി. വിയൂർ പള്ളി നമ്മൾ പ്ലാനിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. പകരം അവിടുത്തെ പുൽക്കൂട് ഈ കാണുന്ന പുൽക്കൂട് ഞങ്ങൾ വീഡിയോ എടുത്തായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ചായ കുടിക്കാനൊരു കൊതി വന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ സ്വന്തം കടയായ ടീ സോണിലോട്ട് എത്തിയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചായയും സമൂസയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ കടയൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് ചായ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമുക്കൊരു ഗേറ്റ് അടയും കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പിന്നെ ക്രിസ്ത്യൻസിന് നമുക്ക് 25 ദിവസം നൊയമ്പായിരുന്നല്ലോ. അപ്പോൾ ആ നൊയമ്പൊക്കെ ഒന്ന് ആഘോഷമായിട്ട് വീടുണ്ടേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് നൊയമ്പുണ്ടായിരുന്നു, അത് ഇതിനായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് 2 എണ്ണൊക്കെ അടിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.